Fantastic! Learn to draw ABC. ഹലോ, ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലെറ്റർ എസ് എന്നുള്ള ആൽഫബറ്റ് ആണ്. റെഡിയല്ലേ? ഓക്കെ, വരച്ചു തുടങ്ങാം. ആദ്യം തന്നെ ഒരു പേർപ്പിൾ പെൻസിൽ എടുത്ത് മോളിൽ നിന്ന് ഒരു കർവി ലൈൻ വരയ്ക്കാം. ആദ്യം ഇടത്തോട്ടൊരു കേവ്, പിന്നെ വലത്തോട്ടൊരു കേവ്. ഇതാണ് ലെറ്റർ എസ്. അടിപൊളിയായിട്ടില്ലേ? നമുക്ക് ഈ എസിനെ ഒന്ന് കട്ടി കൂട്ടണ്ടേ? അതിന് മുകളിൽ നിന്ന് തുടങ്ങി എസിന്റെ ഷേപ്പ് അതേപോലെ പകർന്നെടുത്ത് വരച്ചാ മതി. വാവ്, ഇത് കണ്ടില്ലേ? ഒരു സൂപ്പർ കൂൾ എസ്. ഇതിനെ കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒരു പക്ഷേ ഇതിനെ ഒരു മൃഗമാക്കി മാറ്റാൻ പറ്റുമോ? ആദ്യം മുകളിൽ 2 കണ്ണുകൾ വരച്ചു തുടങ്ങാം. ഒരു സർക്കിൾ വരച്ച് അതിനടുത്ത് വേറൊരു സർക്കിളും. ഓരോന്നിലും സൈഡിലേക്ക് നോക്കുന്ന വിധം ഓരോ പുള്ളിയും. ഇതാ, നമുക്ക് 2 കണ്ണുകൾ കിട്ടിയല്ലോ. നമ്മുടെ എസിനെ ഇപ്പൊ ജീവനും വെച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനി ഈ ഭാഗത്തായി ഒരു വായ വരയ്ക്കാം. വലിയൊരു പുഞ്ചിരിയുള്ള വായ. ഇപ്പൊ ഇതിനെ കണ്ട എന്തുപോലെയുണ്ട്? എനിക്ക് പിടികിട്ടി. ഇതൊരു സ്നേക്കാണ്. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഒരു പാമ്പിന്റെ ചിത്രം പൂർണ്ണമാവണമെങ്കിൽ 2 കൂർത്ത പല്ലുകളില്ലാതെ എങ്ങനെയാ? പിന്നെ ഭക്ഷണം മണത്തെടുക്കാൻ മൂക്കിന്റെ തുളകളും വേണ്ടേ? ഇപ്പൊ നമ്മുടെ ലൈൻ ഡ്രോയിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കളറി തുടങ്ങാം. ഒരു ഗ്രീൻ കളർ പെൻസിൽ എടുത്ത് നല്ല കട്ടിയുള്ള ചുണ്ട് ആദ്യം വരയ്ക്കാം. ഇതേ പെൻസിൽ ഉപയോഗിച്ച് പാമ്പിന്റെ തലയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിലും കളർ കൊടുക്കാവുന്നതാണ്. ദാ ഇതുപോലെ. ഇനി നമുക്ക് ചില സ്നേക്ക് പാറ്റേൺസ് വരച്ചുണ്ടാക്കാം. അതിന് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് തലയിൽ നിന്ന് തുടങ്ങാം. ഈ പാറ്റേൺ പാമ്പിന്റെ ശരീരം മുഴുവനും വരയ്ക്കാം. വരച്ച് വരച്ച് പാമ്പിന്റെ വാല് വരെ വരയ്ക്കാം. എല്ലാ മൃഗങ്ങൾക്കും ഇതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും പാറ്റേൺ കാണും. ഈ പാറ്റേൺസ് വെച്ചാണ് നമ്മൾ ഓരോന്നിനും തിരിച്ചറിയുന്നത്. മനസ്സിൽ പുലിയുടെ വരകളോ അല്ലെങ്കിൽ ജിറാഫിന്റെ പുള്ളികളോ സങ്കല്പിക്കുക. പാറ്റേൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പിങ്ക് കളർ എടുക്കാം. പക്ഷെ ചുണ്ടിന് ചുറ്റും ഒരു വൈറ്റ് ബോർഡർ വിട്ടേക്കുക. അപ്പൊ നമ്മുടെ പാമ്പിനെ കാണാൻ കുറച്ചുകൂടെ ഗ്ലാമർ ഒക്കെ ഉണ്ടാവും.
കണ്ണുകൾക്കൊരു നല്ല മഞ്ഞ കളർ കൊടുത്താലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാട്ടിലെ ഇരുട്ടിൽ പാമ്പിന്റെ തിളങ്ങുന്ന കണ്ണുകൾ. ഇനി പാമ്പിനൊരു നീളം നാവും വേണ്ടേ? അറ്റത്തൊരു ഫോർക്ക് പോലെ. ആഹാ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ കൂർത്ത പല്ലുകൾക്കും മഞ്ഞ കളർ തന്നെ കൊടുക്കാം. ഇനി പുല്ല് വരയ്ക്കാനുള്ള സമയമായി. നീണ്ട ഇലകളുള്ള പച്ചപ്പുല്ല്. ഇരയെ പിടിക്കാൻ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമായത്. അവസാനം ഒന്ന് സൈൻ ചെയ്താൽ നമ്മുടെ സ്നേക്ക് റെഡി. വാവ്, എന്തൊരു അടിപൊളി സ്നേക്ക്. നമുക്ക് ഈ വരച്ചത് ഒന്നുകൂടെ കണ്ടു നോക്കാം. ആദ്യം ഒരു എസ് ഷേപ്പ് വരയ്ക്കുക. പിന്നെ അതിന് കട്ടി കൂട്ടുക. അതിൽ കണ്ണുകളും വായും വരയ്ക്കുക. പിന്നെ പല്ലുകളും മൂക്കിന്റെ തുളകളും. അവസാനം നല്ല കളേഴ്സ് കൊടുക്കുക. പാറ്റേൺസും നീണ്ട പുല്ലും വരയ്ക്കാൻ മറക്കരുത് കേട്ടോ.